45 ദിവസം നീണ്ടുനിന്ന മഹാകുംഭമേളയ്ക്ക് സമാപനം. 66 കോടിയിലധികം പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തത്. 2027 മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് അടുത്ത കുംഭമേള. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ആത്മീയ പാരമ്പര്യവുമാണ് മഹാകുംഭമേള പ്രദർശിപ്പിച്ചത്. 1.5 നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലെത്തിയ കുംഭമേളയ്ക്ക് 66 കോടിയിലേറെ പേർ എത്തിയെന്ന് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. ജനുവരി 13 പൗഷ് പൂർണിമയിൽ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനത്തിനാണ് ശിവരാത്രി ദിനത്തിൽ സമാപനമായത്. അഭൂതപൂർവമായ തിരക്കിലും ശുചിത്വം ഉറപ്പാക്കാൻ UP സർക്കാരിന് കഴിഞ്ഞു. പകർച്ചവ്യാധികൾ തടയാൻ സാങ്കേതികവിദ്യയുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തി. ശിവരാത്രി ദിവസം മാത്രം 1.5 കോടി തീർത്ഥാടകർ അമൃതസ്നാനം ചെയ്തു. ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടിയുണ്ടായിരുന്നു. ശിവരാത്രി ദിനത്തിലെ സ്നാനത്തിന് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ സല്യൂട്ടും നൽകി. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ ന്യാങ്യാൽ വാങ്ചക് ഉൾപ്പെടെ 73 രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരും നിരവധി അന്താരാഷ്ട്ര അതിഥികളും രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ, രാജ്യത്തെ വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തി. കനത്ത സുരക്ഷയാണ് UP സർക്കാർ കുംഭമേളയ്ക്കായി ഒരുക്കിയിരുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ച ഒരു സംഭവം മാത്രം വേദനയായി. അടുത്ത കുംഭമേള ഹരിദ്വാറിലെ ഗംഗാതീരത്ത് 2027 നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ ഉത്തരാഖണ്ഡ് സർക്കാർ ആരംഭിച്ചു. 144 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്ത മഹാകുംഭമേള. ന്യൂസ് ഡെസ്ക്, അമൃത TV.